മന്ത്രിമാർ, കുലഗുരു, തലസ്ഥാന നഗരിയിലെ പ്രമുഖ പൗരന്മാര് എന്നിവർ സമ്മേളിച്ചിരുന്ന സ്ഥലത്തേക്കാണ് ഭരതനും ശത്രുഘ്നനും നേരെ പോയത്. അവരെല്ലാം രാജകുമാരന്മാരുടെ ആഗമനവും കാത്തിരിക്കുകയായിരുന്നു. അവരെന്താണ് തീരുമാനിച്ചതെന്നറിയുവാൻ സദസ്യർക്കുൽക്കണ്ഠയായിരുന്നു. അവർക്ക് തങ്ങളോട് പറയാനുള്ളതെന്തെന്ന് സശ്രദ്ധം കേൾക്കാനായി നിശബ്ദരായി അവരെ പ്രതീക്ഷിക്കുകയായിരുന്നു പൗരപ്രമുഖരും മറ്റും. ഭരതൻ കുലഗുരുവിന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. ഗുരുദേവ, എന്റെ സത്യസന്ധമായ ഉദ്ദേശമാണ് അങ്ങയോട് പറയുന്നത്. സദയം വിശ്വസിച്ചാലും എന്റെ ആത്മാർത്ഥതയെ വിശ്വസിച്ചാലും ഞാനൊന്നും മറച്ചുവെക്കുന്നില്ല. എന്റെ ഹൃദയം തുറന്നുകാട്ടുകയാണ് ഞാൻ. കാഞ്ഞത്തേക്കാൾ ദുഃഖകരമാണ് ഫലം. അങ്ങേക്കറിയാമല്ലോ, മണ്ണിൽ നിന്നും കുഴിച്ചെടുത്ത ലോഹമാണ് മണ്ണിനേക്കാൾ കഠിനതരമെന്ന്. കഠിനഹൃദയായ കൈകേയിയുടെ ഗർഭപാത്രത്തിൽ നിന്നും ജനിച്ച ഞാൻ കൂടുതൽ കഠിനഹൃദയനായിരിക്കും തീർച്ച. അല്ലെങ്കിൽ സീതയെയും ലക്ഷ്മണനെയും കൈകേയി കാട്ടിലേക്ക് സഫലം മാറ്റിയിരിക്കുന്നു. അവർ തന്റെ ഭർത്താവിനെ സ്വർഗ്ഗത്തിലേക്ക് അയച്ചിരിക്കുന്നു. ഈ വിശാലമായ സാമ്രാജ്യത്തിലെ പ്രജകളെ ദുഃഖത്തിലും ഉത്കണ്ഠയിലും തള്ളിയിട്ടിരിക്കുന്നു. അവർ സ്വന്തം പുത്രന് എന്നും നിലനിൽക്കുന്ന ദുഷ്കീർത്തി വരുത്തിവെക്കുകയും ചെയ്തിരിക്കുന്നു. എന്നിട്ടും നിങ്ങൾ ആവശ്യപ്പെടുന്നു, ഞാൻ ഈ സാമ്രാജ്യം ഭരിക്കണമെന്നും അവമതിയാൽ എന്നെ മൂടണമെന്നും. ഇതിനെ സംബന്ധിച്ച് ഞാൻ ലേശം പോലും സന്തുഷ്ടനല്ല. ഇത് ഞാൻ തീരെ അർഹിക്കുന്നുമില്ല. രാമൻ വാനന്തരങ്ങളിൽ അലഞ്ഞു നടക്കുമ്പോൾ ഞാൻ ഈ രാജ്യത്തിന്റെ അധീശനായി സിംഹാസനത്തിലിരിക്കാനോ? ജനങ്ങൾ എന്നെ പുച്ഛിക്കുകയില്ലേ? എന്റെ ഭരണം ജനങ്ങൾക്ക് ആപത്ത് വരുത്തുകയുള്ളൂ. കാരണം എന്റെ സ്ഥാനാരോഹണം അധാർമികവും അന്യായവുമാണ്. അതിക്രമിച്ചു സ്ഥാനം കൈവശപ്പെടുത്തിയവരെ ആർ ആദരിക്കും? അവന്റെ ആജ്ഞകൾ ആർ അനുസരിക്കും? എനിക്ക് അന്യായം ചെയ്തവരെയും അധാർമികരെയും ശിക്ഷിക്കാനാവുമോ? അവകാശമില്ലാത്ത സിംഹാസനം കൈവശപ്പെടുത്തുക എന്ന പർവ്വതസമാനമായ തെറ്റ് ഞാൻ ചെയ്തിരിക്കെ എനിക്കെങ്ങനെ മറ്റുള്ളവരെ തിരുത്തുവാൻ കഴിയും? അധികാരമുപയോഗിച്ച് ഞാൻ പ്രതികാര നടപടികൾ എടുത്തേക്കുമെന്ന ഭയം കാരണം ഇപ്പോൾ ജനം മിണ്ടാതിരിക്കുമെങ്കിലും തക്കുകിട്ടുമ്പോൾ അവർ നിശ്ചയമായും എന്റെ നേരെ കൈചൂണ്ടും. എന്റെ അമ്മയുടെ ദുഷിച്ച പദ്ധതി എനിക്ക് പ്രാണവേദനയുണ്ടാക്കുന്ന തലവേദനയായി രൂപപ്പെട്ടിരിക്കുകയാണ്. സീതയെയും രാമനെയും കാണാതെ ഒരൊറ്റ നിമിഷം പോലും ഇവിടെ കഴിയാൻ എനിക്ക് സാധ്യമല്ല. എന്റെ ഹൃദയത്തിലെ കഠിനവേദന ഞാനങ്ങേ അറിയിക്കുക മാത്രമാണ് ചെയ്യുന്നത്. രാമദർശനം എന്റെ ഹൃദയം തണുപ്പിക്കും, എന്റെ പ്രാണവേദന സുഖപ്പെടുത്തും. രാമനതിനു കഴിയും. ഈ ദുഃഖാവസ്ഥയിൽ ആശ്വാസത്തിന്റെയോ വിശദീകരണത്തിന്റെയോ യാതൊരു വാക്കുകളും എനിക്ക് സാന്ത്വനം പകരുകയില്ല. ഞാൻ കൗസല്യയിൽ നിന്നും സുമിത്രയിൽ നിന്നും അനുമതി നേടിക്കഴിഞ്ഞിരിക്കുന്നു. രാമനെ തേടി നാളെ പുലർകാലെ പുറപ്പെടുവാൻ ഞാൻ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. രാമന്റെ ദൃഷ്ടികൾ എന്നിൽ പതിയുന്ന ആ നിമിഷം എന്റെ പാപങ്ങൾ, അവ എത്രയധികമായാലും അതു മുഴുവൻ ഭസ്മമായി പോകും. രാമൻ എന്നോട് സംസാരിച്ചില്ലെങ്കിൽ പോലും ഞാൻ സന്തുഷ്ടനായിരിക്കും. സന്തുഷ്ടനായി അകലെ നിന്നോ അദ്ദേഹത്തിന്റെ പിന്നാലെ നടന്നോ വല്ല മരവും മറഞ്ഞുനിന്നു നോക്കിയോ ഞാനെപ്പോഴും രാമദർശനം സമ്പാദിക്കും. ഗുരുജനങ്ങളെ, എനിക്കുവേണ്ടി പ്രാർത്ഥിക്കൂ. രാമദർശനഫലമായി പുരോഗതിയുണ്ടാകാൻ അനുഗ്രഹിക്കൂ. മന്ത്രിമാരെ, രാമസന്നിധിയിലേക്ക് പോകാൻ എനിക്ക് അനുവാദം തരൂ. ഞാൻ ശ്രീരാമചന്ദ്രപ്രഭുവിന്റെ അടിമയാണ്. അവിടുന്ന് നമ്മുടെയെല്ലാം മഹാപ്രഭുവാണ്. മന്ത്രിമാർക്കോ സാമന്തരാജാക്കന്മാർക്കോ ജനനേതാക്കൾക്കോ ആ സമ്മേളനത്തിൽപ്പെട്ട ആർക്കെങ്ങനെയെങ്കിലും മറുപടി പറയാൻ ശബ്ദം പൊങ്ങിയില്ല. ഭരതന്റെ പശ്ചാത്താപത്തിന്റെ ആഘാതത അവർക്ക് ബോധ്യപ്പെട്ടു. ഭരതന്റെ ഹൃദയം നിർമ്മലമാണെന്നവർക്ക് മനസ്സിലായി. കൈകേയിയുടെ ഗൂഢാലോചനയിൽ അദ്ദേഹം ബന്ധിക്കപ്പെട്ടിട്ടില്ലെന്നും അവർ മനസ്സിലാക്കി. നഗരത്തിലെ ഗുരുജനങ്ങളിൽ മുഖ്യൻ സസ്ഥാനത്തു നിന്നെഴുന്നേറ്റ് പറഞ്ഞു, പ്രഭോ, ഞങ്ങളും അങ്ങയോടൊപ്പം വരാം. രാമവിരഹം ഹേതുവായി അസഹ്യമായ വേദന ഞങ്ങളും അനുഭവിക്കുകയാണ്. രാമദർശനത്തിന് ഒരവസരം ലഭിച്ചുകഴിഞ്ഞാൽ പിന്നീട് ഞങ്ങളുടെ ജീവിതത്തിൽ എന്തു സംഭവിച്ചാലും അത് ഞങ്ങൾ ഗൗനിക്കുന്നില്ല. ഇവിടെ കൂടിയ ഓരോരുത്തർക്കും വേണ്ടിയും ഞാൻ അനുമതിക്കപേക്ഷിക്കുന്നു. മറ്റുള്ളവരും ഹൃദയപൂർവ്വം ആ അഭിപ്രായത്തോട് യോജിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ ഈ വാർത്ത മഹാനഗരത്തിന്റെ മുക്കിലും മൂലയിലും പരന്നു. പുരുഷന്മാർ, സ്ത്രീകൾ, കുട്ടികൾ, വൃദ്ധന്മാർ, യുവാക്കന്മാർ, അങ്ങനെ എല്ലാവരും പുറപ്പെടാൻ തയ്യാറായി. ആർക്കാരെ പിന്തിരിപ്പിക്കാൻ കഴിയും? രാമദർശനത്തിനായി പോകുന്നവരെ തടയത്തക്ക ക്രൂരതയുള്ള ആരും തന്നെ അയോധ്യയിലെ വസിച്ച ജനസംഖ്യയിലുണ്ടായിരുന്നില്ല. മാതാക്കളായ കൗസല്യയും സുമിത്രയും പരിചാരികമാരും വനയാത്രയ്ക്ക് ഒരുങ്ങിപ്പുറപ്പെട്ടു. താൻ ചെയ്ത തെറ്റുകളിലും പാപങ്ങളിലും പശ്ചാത്തപിച്ചിരുന്ന കൈകേയി തന്നെയും മറ്റു രാജ്ഞിമാരോടൊപ്പം യാത്ര ചെയ്യുന്നതിന് അനുവദിക്കണമെന്ന് കൗസല്യയോട് അപേക്ഷിച്ചു. തന്നെ ക്ഷമാപണം അനുവദിക്കണമെന്നും അയോധ്യയിലേക്ക് മടങ്ങുവാൻ രാമനെ പ്രേരിപ്പിക്കാനായി പരിശ്രമിക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെയും ഉൾപ്പെടുത്തണമെന്നും അവർ അഭ്യർത്ഥിച്ചു. പരിശുദ്ധയും നിഷ്കളങ്കയുമായ കൗസല്യ മറുതൊന്നും പറഞ്ഞില്ല. തീർച്ചയായും തങ്ങളോടൊപ്പം യാത്ര പോകാമെന്ന വിവരം അവർ കൈകേയിയെ അറിയിച്ചു. നഗരം മുഴുവൻ വനത്തിലേക്ക് നീങ്ങുകയാണെന്ന് ഭരതൻ അറിഞ്ഞു.
നഗരം കാവലിനായി കുറേപ്പേരെ അവിടെ നിർത്തണമെന്നും അങ്ങനെ നഗരസുരക്ഷ ഉറപ്പാക്കണമെന്നും ഭരതൻ മന്ത്രിമാർക്ക് നിർദ്ദേശം നൽകി. അങ്ങനെ കുറേപ്പേർക്ക് അവിടെ നിൽക്കേണ്ടിവന്നു. അതിരാവിലെ യാത്രാസംഘത്തിൽ ചേരാൻ സൗകര്യപ്പെടുത്തും വിധം രാത്രിയിൽ തന്നെ ഓരോ ഗൃഹത്തിന്റെ മുന്നിലും വാഹനം തയ്യാറാക്കി നിർത്തി. യാത്ര പോകുന്ന ജനങ്ങൾക്കെല്ലാം ഭക്ഷണപാനീയങ്ങൾക്കുവേണ്ടിയുള്ള ഏർപ്പാടുകൾ ചെയ്തു. അയോധ്യയിലെ പുരുഷന്മാരും സ്ത്രീകളും ചക്രവാക പക്ഷികളെപ്പോലെ തങ്ങളുടെ പ്രിയനാഥന്റെ അടുത്തേക്കുള്ള യാത്രയ്ക്കായി പ്രഭാതമാവുന്നതും കാത്തിരുന്നു. ഹർഷോന്മാദ പ്രതീക്ഷകളുടെ ഒരു രാത്രിയായിരുന്നു അത്. രാമദർശന ചിന്തകളിൽ മുഴുകി അവർ രാത്രി കഴിച്ചുകൂട്ടി. ഗജ, രഥ, തുരകപദാദികളുള്ള ചതുരംഗപ്പട യാത്രയ്ക്കൊരുങ്ങി നിന്നു. ശുഭദായകമായ വേദമന്ത്രങ്ങൾ അനുസ്യൂതം ജപിക്കണമെന്ന് മന്ത്രി വേദപണ്ഡിതന്മാർക്ക് നിർദ്ദേശം നൽകി. അഗ്നിയെ ആചാരപൂർവ്വം ആരാധിക്കുന്നതിന് ആവശ്യമായ എല്ലാം അവർ കൊണ്ടുപോകാൻ കരുതിവച്ചു. ജ്യോതിഷികളുടെ ഗണിതത്തിനനുസരിച്ച് കൃത്യസമയത്ത് യാത്ര തുടങ്ങാനുള്ള ഭരത, ശത്രുഘ്നന്മാരുടെ രഥവും കൗസല്യയ്ക്കുവേണ്ടിയുള്ള പ്രത്യേക പല്ലക്കും രാജധാനിക്ക് മുമ്പാകെ കൊണ്ടുവരപ്പെട്ടു. ഓരോരുത്തരും അവരവർക്കുള്ള വാഹനങ്ങളിൽ കയറിയിരിക്കാൻ ഭരതൻ ആജ്ഞാപിച്ചു. പക്ഷെ തന്റെ രഥമാരും കയറിയിരിക്കാതെ മുൻപോട്ട് നീങ്ങാൻ ആവശ്യപ്പെട്ടു. ആ രഥത്തിനൊപ്പം ഭരതശത്രുഘ്നന്മാർ നഗ്നപാതരായി നടന്നു. ഭരതനും ശത്രുഘ്നനും കുറച്ചു ദൂരമേ അങ്ങനെ നടക്കുകയുള്ളൂ എന്നാണ് ജനം വിചാരിച്ചത്. പക്ഷേ ഭരതൻ രഥത്തിൽ കയറിയിരിക്കാനുള്ള ഭാവത്തിലല്ലായിരുന്നു. കൗസല്യയ്ക്ക് ഇത് സഹിക്കാനായില്ല. അവർ പറഞ്ഞു, മകനേ, നീ നഗ്നപാതനായി നടക്കുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. കുറച്ചുനേരമെങ്കിലും തേരിൽ കയറിയിരിക്കൂ. ഭരതൻ പറഞ്ഞു, അമ്മേ, എന്റെ പാപങ്ങൾക്കുള്ള പരിഹാരമായിട്ട് മാത്രമാണിത്. വനാന്തരത്തിൽ രാമനും സീതയും നഗ്നപാതരായി നടക്കുമ്പോഴുണ്ടാകുന്ന വേദനയുടെ ഒരംശം പോലും ഞാൻ ഈ പാതയിൽ കൂടി നടക്കുമ്പോൾ അനുഭവിക്കുന്നുണ്ടോ? അവർ നഗ്നപാതരായി സഞ്ചരിക്കുമ്പോൾ അവരുടെ ദാസനായ ഞാൻ തേരിൽ യാത്ര ചെയ്യുന്നത് വലിയ തെറ്റാണ്. അമ്മയുടെ ആജ്ഞ അനുസരി കാണത്തതിൽ എന്നോട് ക്ഷമിക്കൂ. എന്നെ നടന്നുപോകാൻ അനുവദിക്കൂ. പിന്നിൽ സഞ്ചരിക്കുകയായിരുന്ന കുലഗുരു വസിഷ്ഠനും പത്നി അരുന്ധതിയും തങ്ങളുടെ വാഹനം നിർത്തി ഭരതന്റെ ഉറച്ച തീരുമാനം കേട്ടപ്പോൾ തങ്ങളുടെ രഥത്തിന്റെ സാരഥിയായിരിക്കാൻ അവർ അപേക്ഷിച്ചു. പക്ഷേ ഭരതൻ ഉറച്ചുനിന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ രാമന്റെ സേവകനാണ്. രാമന്റെ സാരഥിയായിരിക്കാനുള്ള അമൂല്യമായ അവസരം കിട്ടുന്നതുവരെ ഞാൻ മറ്റൊരു രഥത്തിലും സഞ്ചരിക്കുകയില്ല. മറ്റൊരു കുതിരയുടെ കടി ഞാൻ പിടിക്കുകയുമില്ല. ഇതെന്റെ വ്രതമാണ്. വസിഷ്ഠൻ പിന്തിരിഞ്ഞു. രാമനോടുള്ള ഭരതന്റെ സ്നേഹവും ബഹുമാനവും കണ്ട് അദ്ദേഹം വളരെ സന്തോഷിച്ചു. ആദ്യ ദിവസം രാത്രി അവർ തമസാനദീതീരത്തെത്തി. അടുത്ത ദിവസം ഗോമതീതടത്തിലും. തമസാനദി ഗംഗാനദിയുടെ ഒരു പോഷകനദിയാണ്. ഗംഗാനദിയുടെ പോഷകനദിയാണ് ഗോമതി. നേരം ഇരുട്ടിയതോടുകൂടി വാഹനങ്ങളെല്ലാം നിർത്തി. സ്ത്രീകൾ, കുട്ടികൾ, വൃദ്ധന്മാർ എന്നിവർക്ക് പ്രത്യേക സങ്കേതങ്ങൾ സൗകര്യപ്പെടുത്തി. വ്യവസ്ഥയോടും ആദരവോടും കൂടി ജനങ്ങൾക്ക് ഭക്ഷണം വിതരണം ചെയ്യാൻ മന്ത്രി സൈനികരോട് ആവശ്യപ്പെട്ടു. യാത്രയിലുടനീളം ഓരോരുത്തരും ഏറ്റെടുത്ത പ്രവൃത്തി ശ്രദ്ധയോടും ഉത്സാഹത്തോടും കൂടി ചെയ്തു തീർത്തു. ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാൻ അവർ നല്ലപോലെ ശ്രദ്ധിച്ചു. മൂന്നാം ദിവസം പുലർകാലെ അവർ യാത്ര തുടർന്നു. രാത്രിയായതോടുകൂടി സംഘം ശൃംഗിവേരപുരത്ത് എത്തിച്ചേർന്നു. അവിടുത്തെ നിഷാദരാജാവ് ഈ വമ്പിച്ച ജനക്കൂട്ടത്തെയും സൈന്യത്തെയും കണ്ട് അസ്വസ്ഥനായി. കാരണം ഭരതൻ എന്തിനാണ് സൈന്യവുമായി വനത്തിലേക്ക് പോകുന്നതെന്ന് അദ്ദേഹം അത്ഭുതപ്പെട്ടു. ഈ അസാധാരണ നടപടിയുടെ സാധ്യതാസാധ്യതകളെപ്പറ്റി അദ്ദേഹം ചിന്തിച്ചു. മരം വിഷമയമാണെങ്കിൽ അതിന്റെ ഫലവും വിഷമയമായിരിക്കുമെന്നത് നിർബന്ധമാണ്. കൈകേയിപുത്രൻ എങ്ങനെ നല്ലവനാകും? ഭരതൻ രാമനോടേതിരിടാനാണോ ഒരുക്കം? ഭരതന്റെ പദ്ധതികൾ പരാജയപ്പെടുത്തുവാൻ അദ്ദേഹം നിശ്ചയിച്ചു. എല്ലാ തോണികളും ഗംഗയിലെ അഗാധതയിൽ ആഴ്ത്തിവെക്കാനും അങ്ങനെ അവർ നദി കടക്കാതിരിക്കാൻ ശ്രമിക്കാനും അദ്ദേഹം സ്വന്തം ആളുകളോട് പറഞ്ഞു. ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടുപോലും ഭരതനും സംഘവും മറുകരയിലെത്തുന്നത് തയണമെന്നും അവരോടാജ്ഞാപിച്ചു. ശക്തിയിൽ തന്റേതിൽ നിന്നും എത്രയോ ഉയർന്ന പടിയിലാണ് ഭരതൻ നയിക്കുന്ന സൈന്യം. എങ്കിലും തന്റെ പ്രിയപ്പെട്ട രാമനുവേണ്ടി ജീവൻ പോലും ത്യജിച്ചുവേണ്ടി വന്നാൽ അവരെ ആക്രമിക്കാനും നിഷാദരാജാവ് അമ്പും വില്ലുമായി തയ്യാറായി നിന്നു. ആസന്നമായ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളാൻ ഗുഹൻ തന്റെ അനുയായികൾക്ക് നിർദ്ദേശം നൽകി. അനന്തരം അദ്ദേഹം ഭരതനെ കാണാൻ സന്നദ്ധനായി. ശത്രുവായിട്ടോ മിത്രമായിട്ടോ ഭരതൻ വന്നിട്ടുണ്ടോ? അതോ നിഷ്പക്ഷനായോ? സത്യമെന്തെന്ന് അദ്ദേഹത്തിന് അറിയേണ്ടിയിരിക്കുന്നു. ചക്രവർത്തി വംശത്തിൽപ്പെട്ട ഒരു രാജകുമാരനാണ് ഭരതൻ എന്നറിഞ്ഞുകൊണ്ട് അദ്ദേഹം കാഴ്ചദ്രവ്യമായി ധാരാളം പുഷ്പങ്ങളും മത്സ്യം, മാംസം, ഫലങ്ങൾ മുതലായവയും ഒരുക്കിവെച്ചു. ഭരതൻ കാഴ്ചവെച്ച സാധനങ്ങളെപ്പറ്റിയും അത് കാണുമ്പോൾ ഭരതനുണ്ടാകുന്ന പ്രതികരണം നോക്കിയിട്ട് അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള നിശ്ചയവും കണ്ടുപിടിക്കാനായി ഗുഹൻ പദ്ധതിയിട്ടു. ഫലമൂലാദികൾ സാത്വിക ഭക്ഷണമാണ്. അവയാണ് അദ്ദേഹം സ്വീകരിച്ചതെങ്കിൽ അദ്ദേഹം ഒരു സുഹൃത്താണെന്ന് ഗണിക്കാം. വധിക്കപ്പെട്ട മൃഗങ്ങളുടെ മാംസം രാജസഭക്ഷണമാണ്.
അത് സ്വീകരിക്കുകയാണെങ്കിൽ മധ്യമാർഗം സ്വീകരിച്ചതായി, അതായത് ഭരതൻ നിഷ്പക്ഷത പാലിക്കുന്നതായി കരുതാം. അദ്ദേഹം മിത്രമോ ശത്രുവോ ആയിരിക്കില്ല. മത്സ്യം അത്യാഗ്രഹത്തോടെ സ്വീകരിക്കപ്പെടുകയാണെങ്കിൽ അത് താമസഭക്ഷണമായതുകൊണ്ട് ശത്രുവാണെന്ന് ഉറപ്പാക്കാം. ഈ കാഴ്ചദ്രവ്യങ്ങളുമായി നിഷാദരാജാവായ ഗുഹൻ ഭരതന്റെ സന്നിധിയിലേക്ക് ചെന്നു. ആദ്യത്തെ കാൽവയ്പിൽ തന്നെ ശുഭലക്ഷണങ്ങൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ദൃഷ്ടി വസിഷ്ഠമഹർഷിയിൽ പതിച്ചു. അദ്ദേഹം ഉടൻ മഹർഷിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. തന്റെ പേര് അദ്ദേഹത്തെ അറിയിച്ചു. കുലഗുരു അദ്ദേഹത്തെ രാമന്റെ സ്നേഹിതൻ എന്ന നിലയിൽ തിരിച്ചറിഞ്ഞു. മഹർഷി നിഷാദപ്രമാണിയെ അനുഗ്രഹിച്ചു. ഭരതനെ അടുത്ത് വിളിച്ച് രാമന്റെ സ്നേഹിതനെന്ന നിലയിൽ ഗുഹനെ രാജകുമാരന് പരിചയപ്പെടുത്തി. രാമസഖാവാണെന്ന് ഭരതന്റെ കാതുകളിൽ പതിച്ചതോടെ അദ്ദേഹം ഗുഹനെ ആശ്ലേഷിച്ചു. അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെയും ക്ഷേമത്തെയും പറ്റി അന്വേഷിച്ചു. ഗുഹൻ രാമനെ കണ്ടുമുട്ടിയതെങ്ങനെയെന്ന് വിവരിക്കാൻ ഗുഹനെ പ്രേരിപ്പിച്ചു. അതേ നദിയുടെ തടത്തിൽ ഒരു രാത്രി മുഴുവനും രാമൻ തന്നോടൊപ്പം ചെലവഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ആ രാത്രിയെ സംബന്ധിച്ച് വിവരണം കേൾക്കാൻ ഭരതന് വലിയ ജിജ്ഞാസയായിരുന്നു. ആ വിവരണാമൃതം ആസ്വദിക്കാൻ അദ്ദേഹം കാതും കണ്ണും വീർപ്പുമുട്ടുകയായിരുന്നു. നിഷാദപ്രധാനൻ രാമനെപ്പറ്റി പ്രശംസയും ആരാധനയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സീതയ്ക്കും രാമനും ലക്ഷ്മണനും വിശ്രമിക്കാനായി താൻ തന്നെ നിർമ്മിച്ചുകൊടുത്തിരുന്ന ഒരു ചെറിയ പർണശാല അദ്ദേഹം ഭരതൻ കാണിച്ചുകൊടുത്തു. രാത്രിയിൽ താനും ലക്ഷ്മണനും തമ്മിൽ നടന്ന സംഭാഷണവും അദ്ദേഹം പറഞ്ഞു. ഇതെല്ലാം കേട്ടപ്പോൾ ഭരതശത്രുഘ്നന്മാർക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. കവിൾത്തടങ്ങളിലൂടെ കണ്ണീർ ഒഴുകി. ഹൃദയത്തിൽ നിന്നും ഉയർന്നുവന്ന ശോകത്തിന്റെ അലകളെയും അവർക്കമർത്താൻ കഴിഞ്ഞില്ല. ഇതൊക്കെ കണ്ടപ്പോൾ അവർക്ക് ശരിയായ സഹോദരസ്നേഹമാണ് രാമനോടുള്ളതെന്ന് ഗുഹന് ബോധ്യമായി. അവരിൽ ശത്രുതയുടെ യാതൊരു ലക്ഷണവുമില്ലെന്നും വെളിപ്പെട്ടു. അവരുടെ ഭക്തിയും അർപ്പണഭാവവും ആത്മാർത്ഥതയും അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ദൃഢമായി പതിഞ്ഞു. സീതയുടെയും രാമന്റെയും ലക്ഷ്മണന്റെയും ഉപയോഗത്തിനായി നിർമ്മിക്കപ്പെട്ട കുടിലുകൾ ഭരതൻ സൂക്ഷ്മമായി അവലോകനം ചെയ്തു. അവ വളരെ ശ്രദ്ധയോടുകൂടി സൂക്ഷിക്കപ്പെടണമെന്നും ഒരു പടവും അവയ്ക്ക് സംഭവിക്കാത്ത വിധത്തിലായിരിക്കണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചു. കുലഗുരുവിന്റെ ആജ്ഞയനുസരിച്ച് ഭരതൻ പുണ്യഗംഗയിൽ അമ്മമാരോടൊപ്പം ഉപചാരസ്നാനം നടത്തി. രാമൻ രാത്രി കഴിച്ചുകൂട്ടിയ സ്ഥലത്തേക്ക് തങ്ങളെ കൊണ്ടുപോകാനായി ഭരതൻ ഗുഹനോടാവശ്യപ്പെട്ടു. കാറ്റേറ്റ് ചിന്നിച്ചിതറിയ ദർഭപ്പുൽ കൂമ്പാരം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗുഹൻ പറഞ്ഞു, സീതയും രാമനും അന്നു രാത്രി ഈ തൃണശയ്യയിലാണ് വിശ്രമിച്ചത്. ഭരതനും ശത്രുഘ്നനും ആ പുണ്യസ്ഥലത്ത് ദണ്ഡനമസ്കാരം ചെയ്തു. ഭരതൻ വിലപിച്ചു. കഷ്ടം! കനത്ത പതുപതുത്ത പട്ടുകിടക്കയിൽ പതിവായി ശയിച്ചിരുന്ന എന്റെ സ്വാമിക്ക് എങ്ങനെ ഈ പുൽക്കൻശയ്യയിൽ ഉറങ്ങാൻ കഴിഞ്ഞു? ഹാ കഷ്ടം! പുണ്യമാതാവായ സീത എങ്ങനെ ഈ കഷ്ടപ്പാടുകളെല്ലാം സഹിച്ചു? ദുഃഖാതിതനായ ഭരതൻ ഏറെ സമയത്തേക്ക് അനങ്ങാൻ പോലും കഴിഞ്ഞില്ല. പിന്നെ അവിടെ നിന്നെഴുന്നേറ്റ് സീതയുടെയും രാമന്റെയും ലക്ഷ്മണന്റെയും പാദസ്പർശം കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട സ്ഥലങ്ങൾ കാണിച്ചുകൊടുക്കണമെന്ന് ഭരതൻ ഗുഹനോട് അപേക്ഷിച്ചു. ഗുഹൻ അവരെ അശോകവൃക്ഷത്തിന്റെ അടുത്ത് കൊണ്ടുപോയി. അതിന്റെ മുമ്പിലായിരുന്നു സീതാരാമലക്ഷ്മണന്മാർ ഫലമൂലങ്ങൾ കഴിക്കാനായി ഇരുന്നത്. പരിശുദ്ധമായ ആ സ്ഥലത്തിലും ഭരതശത്രുഘ്നന്മാർ നമസ്കരിച്ചു. ആ വിധമുള്ള സ്ഥലങ്ങളിൽ ചുറ്റിനടന്നുകൊണ്ടിരുന്നപ്പോൾ രണ്ട് സഹോദരന്മാരും രാമസ്മരണയിൽ പ്രാണവേദന അനുഭവിച്ചു. അവരുടെ വിനയം, ബഹുമാനം, ഭക്തി എന്നിവ നിഷാദരാജാവിന്റെ ഹൃദയത്തെ സ്പർശിച്ചു. മഹാലക്ഷ്മിയും ജനകചക്രവർത്തിയുടെ അരുമമകളും ദശരഥ ചക്രവർത്തിയുടെ സ്നുഷയും മഹാപരാക്രമശാലിയായ രാമചന്ദ്രന്റെ സഹധർമ്മിണിയുമായ സീത അനുഭവിക്കേണ്ടിവന്ന ക്ലേശങ്ങളെപ്പറ്റി ഓർത്തപ്പോൾ ഭരതൻ ഹൃദയവും തടുക്കാൻ കഴിഞ്ഞില്ല. പവിത്രാത്മാക്കളായ സീതാരാമന്മാർ പോയതുകൊണ്ട് അയോധ്യാനിവാസികൾക്ക് അവിടെ ജീവിതം തുടരുവാൻ കഴിവില്ലാതായി. അയോധ്യ വനമായി മാറിക്കഴിഞ്ഞുവെന്ന് ഭരതൻ ഗുഹനോട് പറഞ്ഞു. കാരണം അവിടെ രാമനുണ്ടായിരുന്നില്ല. തനിക്ക് അവരുടെ സങ്കടം സഹിക്കാനാവില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. രാമനുള്ളിടമാണ് അയോധ്യ. അതുകൊണ്ടാണ് താൻ അനുയായികളോടും അയോധ്യാനിവാസികളോടും കൂടി രാമന്റെ പവിത്രമായ സന്നിധിയിലേക്ക് പുറപ്പെട്ടതെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ഗുഹന് കാര്യങ്ങളുടെ സ്ഥിതി ഇപ്പോൾ സ്പഷ്ടമായി. രാമൻ വസിക്കുന്ന കാട്ടിലേക്ക് ചതുരംഗിണി സൈന്യത്തോടുകൂടി യാത്ര ചെയ്യുന്നത് കണ്ടപ്പോൾ ആദ്യം മനസ്സിലുണ്ടായ ഊഹാപോഹങ്ങളെല്ലാം ഇപ്പോൾ ഇല്ലാതായി. അദ്ദേഹം ഭരതൻ തന്റെ ഹൃദയം തുറന്നു കാണിച്ചു. തന്റെ മനസ്സിലുണ്ടായിരുന്ന സംശയങ്ങൾ ക്ഷമിക്കണമെന്ന് സവിനയം അപേക്ഷിച്ചു. ഇത്തരം സാഹചര്യത്തിൽ ദയാശങ്കകൾ സാധാരണ ഉണ്ടാവാറുള്ളതാണെന്നും അദ്ദേഹം യാതൊരു തെറ്റും ചെയ്തിട്ടില്ലെന്നും ഭരതൻ പറഞ്ഞു. കാരണം താൻ ദുഷ്ടനും അപരിഷ്കൃതനുമാണെന്ന് ഭരതൻ പറഞ്ഞു. രാമനിപ്പോൾ അനുഭവിക്കുന്ന ശിക്ഷയ്ക്ക് താനാണ് കാരണം എന്നദ്ദേഹം പറഞ്ഞു. ആ ഒരൊറ്റ കുറ്റത്തിന് തന്നെ ഞാൻ വധ്യനാണ്. എന്നെ വധിക്കുന്നയാൾക്ക് പാപം ബാധിക്കില്ല. ഭരതൻ ഇത്ര പരുഷമായി ഇങ്ങനെ സ്വയം കുറ്റാരോപണം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഗുഹൻ ഭരതന്റെ മനഃശാന്തിക്കുവേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. ഗംഗാതീരത്തിൽ ഭരതൻ വന്നിട്ടുണ്ടെന്ന വാർത്ത നിഷാദ തലസ്ഥാനമായ ശൃംഗിബേരപുരത്തിൽ പരന്നു.
വാർത്ത കേട്ട് ഗുഹന്റെ പ്രജകൾ കൂട്ടം കൂട്ടമായി രാമസോദരന്മാരെ സമാദരിക്കുവാനായി വന്നു തുടങ്ങി. ആ സഹോദരന്മാരുടെ സൗന്ദര്യവും ഗാംഭീര്യവും കണ്ട അവർ സന്തുഷ്ടരായി ഭരതശത്രുഘ്നന്മാരെ മതിയാവോളം പുകഴ്ത്തി. അവർ ആ സഹോദരന്മാരുടെ മുമ്പിൽ സബഹുമാനം ദണ്ഡനമസ്കാരം ചെയ്തു. അവർ സ്പഷ്ടമായി കൈകേയിരാജനിയെ നിന്ദിക്കുകയും ചെയ്തു. ഇത്രയും ക്രൂരനായതിന് വിധിയെ അവർ കുറ്റപ്പെടുത്തുകയും ചെയ്തു. കണ്ണീരോടെ അവർ രാമനെ വാഴ്ത്തി സ്തുതിച്ചു. അവർ കൊണ്ടുവരണമെന്ന് ഭരതശത്രുഘ്നന്മാരോട് അപേക്ഷിച്ചു. രാമവിരഹം മൂലം ജനങ്ങൾക്കുണ്ടായ മനോവേദന കണ്ട ഭരതൻ പറഞ്ഞു, രാമനോട് അപേക്ഷിക്ക മാത്രമേ എനിക്ക് ചെയ്യാനാകൂ. ആ അപേക്ഷയ്ക്കും എന്ത് സംഭവിക്കുന്നു എന്നത് രാമന്റെ അനുഗ്രഹത്തെ ആശ്രയിച്ചിരിക്കും. എന്നോടൊന്നിച്ച് പ്രാർത്ഥിക്കൂ. രാമദേവൻ അയോധ്യയിലേക്ക് മടങ്ങണമെന്ന് ഹൃദയത്തിന്റെ അഗാധതലത്തിൽ നിന്ന് അപേക്ഷിക്കൂ. നമ്മുടെ പ്രാണവേദനയിൽ അവിടുത്തെ ഹൃദയം തീർച്ചയായും ഉരുകും. നമുക്കതേ ചെയ്യാനാകൂ. എന്റെ പ്രാർത്ഥന സഫലമാകാൻ നിങ്ങളുടെ പ്രാർത്ഥനകൾ സഹായിക്കട്ടെ. രാമൻ ലോകരക്ഷയ്ക്ക് വന്നയാളാണ്. അവിടുന്ന് ജനങ്ങളുടെ പ്രാർത്ഥന തള്ളിക്കളയുകയില്ല. നിഷാദന്മാരുടെയും മറ്റുള്ളവരുടെയും ആവശ്യങ്ങൾക്കും അർഹതയ്ക്കും അനുഗുണമായ രീതിയിൽ ഭരതൻ അവരെ ആശ്വസിപ്പിക്കുകയും മനസ്ഥൈര്യമുണ്ടാക്കുകയും ചെയ്തു. സമയം നീങ്ങി. അവിടെയെല്ലാം അന്ധകാരം പരന്നുകഴിഞ്ഞിരുന്നു. ഭരതൻ നിഷാദരാജാവിനോട് അദ്ദേഹത്തിന്റെ പ്രജകളെ സ്വന്തം വീടുകളിലേക്ക് മടങ്ങിപ്പോകാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അനന്തരം ഗുഹൻ കാഴ്ചവെച്ച ഫലങ്ങൾ ഭക്ഷിച്ചു. അവർ രാത്രി മുഴുവൻ രാമനെപ്പറ്റിയും രാമപ്രഭാവത്തെപ്പറ്റിയും സംസാരിച്ചുകൊണ്ട് കഴിച്ചുകൂട്ടി. പ്രഭാതം പൊട്ടിവിരിഞ്ഞു. ഭരതൻ മന്ത്രിയോട് ജനക്കൂട്ടത്തെ ഉണർത്തുവാൻ പറഞ്ഞു. അദ്ദേഹം അനുജനോടുകൂടി പുണ്യഗംഗയിൽ സ്നാനം ചെയ്തു. അമ്മമാരും കുളിച്ചുവന്നു. എല്ലാവരും യാത്ര തുടരാൻ തയ്യാറായി. നിഷാദവർഗതലവനായ ഗുഹൻ ആവശ്യമുള്ളത്ര തോണികൾ വരുത്തി. ജനക്കൂട്ടം, രഥങ്ങൾ, കുതിരകൾ, സൈന്യത്തിലെ മറ്റു ഘടകങ്ങൾ ഇവയെല്ലാം അക്കരെ കടത്തുവാൻ മതിയായ തോണികളുണ്ടായിരുന്നു. അവരെയെല്ലാം തോണിക്കാർ താമസവിനാ നദി കടത്തിവിട്ടു. എല്ലാവരും അക്കരെ എത്തിയെന്നുറപ്പുവരുത്തിയ ശേഷം ഗുഹൻ ഭരതന് വഴി കാണിച്ചുകൊണ്ട് വനത്തിലൂടെ മുന്നോട്ടു നീങ്ങി. ബ്രാഹ്മണരും കുലഗുരു വസിഷ്ഠനും ഒന്നിച്ചു നടന്നു. അയോധ്യാനഗരിയിലെ പൗരന്മാർ വലിയ ജനക്കൂട്ടമായി തന്നെ മുന്നോട്ടു നീങ്ങി. സൈന്യം പിന്നാലെ സഞ്ചരിച്ചു. ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് ഭരതൻ ഗംഗയുടെയും യമുനയുടെയും സംഗമസ്ഥലത്തെത്തി. മധ്യാഹ്നത്തിലാണ് അവർ പ്രയാഗത്തിലെത്തിയത്. നാളിതുവരെ ഭരതൻ ഇത്ര ദൂരം നടന്നുപോയിട്ടില്ല. അതിന്റെ ഫലമായി അദ്ദേഹത്തിന്റെ ഉള്ളങ്കാൽ വ്രണപ്പെട്ടു. വല്ലാത്ത പുകച്ചിലും അനുഭവപ്പെട്ടു. എന്നിട്ടും പതറാതെകൊണ്ട് അദ്ദേഹം നടന്നു. കാരണം താൻ അനുഭവിക്കുന്ന വേദന തന്റെ അമ്മ രാമനിലേൽപ്പിച്ച വേദനയ്ക്കുപകരമായിട്ടുള്ളതാണെന്ന് അദ്ദേഹത്തിന് തോന്നി. രാമൻ അനുഭവിക്കുന്ന വേദനയെക്കുറിച്ച് മാത്രമേ അദ്ദേഹത്തിനപ്പോൾ ബോധമുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഭരതൻ സ്വന്തം വേദന അവഗണിച്ചു. പ്രയാഗ ത്രിവേണിയെന്നും അറിയപ്പെടുന്നു. കാരണം ആ പരിപാവനമായ സ്ഥലത്ത് സരസ്വതീനദി മറ്റ് 2 നദികളോട് ഒത്തുചേരുന്നു. അങ്ങനെ അതിന്റെ പരിശുദ്ധി 3 ഇരട്ടിയാവുന്നു. വിധിപ്രകാരമുള്ള കർമ്മങ്ങളെല്ലാം ചെയ്ത് അവർ പ്രശസ്തമായ ത്രിവേണിയിൽ സ്നാനം ചെയ്തു. യതികൾ, തപസ്സികൾ, ബ്രഹ്മചാരികൾ, മഹർഷിമാർ, സന്യാസിമാർ എന്നിങ്ങനെ പ്രയാഗിലുള്ളവരെല്ലാം ഭരതനെ കണ്ണുനിറയെ കാണുവാൻ അവസരം കിട്ടിയതിൽ സന്തുഷ്ടരായി. അവർ തമ്മിൽ പറഞ്ഞു, ഇദ്ദേഹം രാമനെപ്പോലെ ദിവ്യപരിവേഷം ചുറ്റും വിതറുന്നു. വാസ്തവത്തിൽ രാമനെപ്പോലെ തന്നെ ഇദ്ദേഹവും. അദ്ദേഹത്തെ നോക്കിയ ആരും കണ്ണു ചിമ്മുക പോലും ഉണ്ടായില്ല. കാരണം അങ്ങനെ ചെയ്താൽ അത്രയും നേരം ദർശനം നഷ്ടപ്പെടുമല്ലോ എന്ന ദുഃഖം. സൈന്യസമേതനായി അമ്മമാരോടും മന്ത്രിമാരോടും കൂടി ഭരതശത്രുഘ്നന്മാർ വരുന്നുണ്ടെന്ന വിവരം പ്രയാഗിലെ ഭരദ്വാജാശ്രമ നിവാസികൾ മുൻകൂട്ടി അറിഞ്ഞു. ഭരദ്വാജ മഹർഷി ശിഷ്യന്മാരെ ഭരതസമീപം അയച്ചു. ഭരതനെയും അനുയായികളെയും ആശ്രമം സന്ദർശിക്കുവാൻ അവർ ക്ഷണിക്കുകയുണ്ടായി. ഈ ക്ഷണം ഒരാജ്ഞയായി പരിഗണിച്ച് ഭരതശത്രുഘ്നന്മാരും ഒന്നിച്ചുള്ളവരും ആശ്രമത്തിലെത്തി. രാജകുമാരന്മാർ സന്യാസിശ്രേഷ്ഠന്മാരുടെ മുമ്പിൽ ദണ്ഡനമസ്കാരം ചെയ്തു. ഭരദ്വാജൻ അവരെ ചുമലിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. വളരെയധികം സ്നേഹത്തോടുകൂടി അടുപ്പിച്ചു നിർത്തി. അദ്ദേഹം അവർക്ക് നവോന്മേഷം പകർന്നുകൊടുക്കുന്ന ശീതളപാനീയം നൽകി. രാമന്റെ വനവാസത്തെക്കുറിച്ചോർത്ത് ലജ്ജിച്ചു നമശിരസ്കനായിരിക്കുന്ന മഹർഷി കണ്ടു. ആ മൗനത്തിന്റെയും സങ്കോചത്തിന്റെയും കാരണം ഭരദ്വാജൻ മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, ഭരത, ഒരു ഭയാശങ്കകളും നിനക്കുവേണ്ട. സംഭവിച്ചതെല്ലാം എനിക്കറിയാം. വിധിയുടെ ഗതി ആർക്കും നയിക്കുവാനോ നിയന്ത്രിക്കുവാനോ സാധ്യമല്ല. അമ്മ ആവശ്യപ്പെട്ട വരങ്ങളെ സംബന്ധിച്ച് നീയെന്തിനു പരിതപിക്കുന്നു? ഈ കാര്യത്തിൽ ഒരു തെറ്റും നിന്റെ അമ്മയിലുമില്ല. ദൈവീക പ്രേരിപ്പിച്ചു. കൈകേയി രാമനെ സ്വന്തം ശ്വാസം പോലെ സ്നേഹിക്കുന്ന വിവരം എനിക്കറിയാം. അതുകൊണ്ട് അവരുടെ മനസ്സിനുണ്ടായ മാറ്റത്തിന്റെ കാരണം മാനുഷികമായ ചിന്തയിലോ കാരണമല്ല തിരയേണ്ടത്, ദൈവീക പദ്ധതിയിൽ മാത്രമാണ്. ഈ ലോകം സംഭവങ്ങളുടെ ന്യായവിചാരം ചെയ്യുമ്പോൾ കൈകേയി തെറ്റു ചെയ്തിട്ടുണ്ടെന്ന് പറയും. വേദങ്ങളിൽ പ്രസ്താവിക്കപ്പെട്ടതുപോലെ രസനയുടെ അധിഷ്ഠാനമൂർത്തിയായ സരസ്വതീദേവിയാണ് തെറ്റു ചെയ്തത്.
സർവശക്തന്റെ ഇച്ഛയ്ക്കനുസരണമായാണ് ഇവയൊക്കെ നടക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഭരതാ, ലോകം നിന്റെ നിഷ്കളങ്കമായ യശസ്സിനെപ്പറ്റി ആവേശഭരിതമായി പാടിപ്പുകഴ്ത്തും. നിന്നെപ്പോലെയുള്ളവരെക്കൊണ്ടാണ് വേദങ്ങൾ കൂടുതൽ വിലമതിക്കപ്പെടുന്നത്. അവയുടെ തത്വങ്ങളെ നിന്നെപ്പോലെയുള്ളവർ മാതൃകകൾ കാട്ടി വിശദീകരിക്കുന്നു. അവയുടെ പ്രഭാവത്തെ പ്രദർശിപ്പിച്ച് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു. അച്ഛനാൽ രാജ്യം അർപ്പിക്കപ്പെട്ട മകൻ അകാരണത്താൽ തന്നെ അത് ഭരിക്കാനുള്ള അവകാശത്തിനും അർഹനായിത്തീരുന്നു. കഠിനനിഷ്ഠയുള്ള ആ സത്യത്തിന്റെ അനുഗാമി ഉത്കൃഷ്ടാത്മാവായ ദശരഥ ചക്രവർത്തി സാമ്രാജ്യം നിനക്കു തന്നു. രാജധർമ്മമനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് ആജ്ഞാപിക്കുകയും ചെയ്തു. രാമനെ നാടുകടത്തിയതിന്റെ ഫലമായി ആപത്തുകളുടെ ശ്രേണി തന്നെ ഉണ്ടായിട്ടുണ്ട്. ലോകം മുഴുവൻ ദുഃഖത്തിലാണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിന്റെ അമ്മ അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഭയനീയമായി പശ്ചാത്തപിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നീ യാതൊരു തെറ്റിനാലും സ്പർശിക്കപ്പെട്ടിട്ടില്ല. നീ നിഷ്കളങ്കനും കുറ്റമറ്റവനുമാണ്. നീ സാമ്രാജ്യം ഭരിക്കുകയാണെങ്കിൽ നിന്നെ ഇപ്പോൾ യാതൊരു ദോഷവും ബാധിക്കുകയില്ല. നീ ഭരണത്തിന്റെ കടിഞ്ഞാൺ കൈയിലെടുത്തിരിക്കുന്നുവെന്നറിഞ്ഞാൽ രാമൻ സത്യത്തിൽ വളരെ സന്തുഷ്ടനാകും. നീ ഇപ്പോൾ ഏർപ്പെട്ടിട്ടുള്ള കാര്യം എത്രയും സ്തുത്യർഹമാണെന്ന് പറയാതിരിക്കാൻ എനിക്ക് നിവൃത്തിയില്ല. നിന്റെ ആവശ്യവും ഏറ്റവും ശ്ലാഘ്യം തന്നെ. കാരണം രാമന്റെ പാതാരവിന്ദങ്ങളിലുള്ള ഭക്തിയാണ് എല്ലാ ക്ഷേമത്തിന്റെയും പുരോഗതിയുടെയും ഉറവിടമെന്നതു തന്നെ.